അപ്പോൾ മക്കളെ, ഇന്നലെ പ്രശ്നേഷിൻ്റെ വിഷയത്തിൽ ഞാൻ ചെയ്ത വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് മൊത്തം അടുത്തൊരു ഫോർച്യൂണർ ലോഡിങ്, ഇതും റീച്ചിന് വേണ്ടിയിട്ടുള്ള ചുമ്മാ തമ്മിത്തല്ലാണ് ഫാമിലിക്കകത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫോർച്യൂണർ റെഫറൻസ് പോകുന്നത് പ്രവീൺ പ്രണവിൻ്റെ ഇഷ്യൂയിലേക്കാണ്. ഞാൻ പറയുന്നില്ല ഒരു കോണ്ടന്റിന് വേണ്ടി മാത്രം എന്താ പറയുക, ജസ്റ്റ് തമ്മിലടിച്ച് നാട്ടുകാരുടെ മുന്നിലേക്ക് വീഡിയോ ഇടുന്ന വ്ളോഗേഴ്സൊന്നും ഇവിടെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ വീഡിയോ ചെയ്യുന്നവർ കാണും. പക്ഷെ പ്രവീൺ പ്രണവിൻ്റെ ഇഷ്യൂ എഗെയിൻ ഞാൻ പറയുന്നു, അതൊരു കോണ്ടന്റിന് വേണ്ടിയുള്ള ഒരു അടിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ആൻഡ് ഈ ഒരു വിഷയവും ഈ പ്രശ്നേഷിൻ്റെ വിഷയവും ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ടുള്ള അടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി പ്രേക്ഷകരായ നിങ്ങൾക്ക് അത് ഏത് പേഴ്സ്പെക്റ്റീവിൽ വേണമെങ്കിലും എടുക്കാം. എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഇതൊരു ഫോർച്യൂണർ വാങ്ങാനോ വീട് വെക്കാനോ അല്ലെങ്കിൽ മോണിറ്റൈസേഷനിൽ കൂടുതൽ എമൗണ്ട് കയറാനോ അങ്ങനത്തെ ഒരു സീനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു വീട്ടിനകത്ത് നടക്കാൻ സാധ്യതയുള്ള ഒരു സിനാരിയോ, ഇതെല്ലാവരുടെ വീട്ടിനകത്തും മേ ബി കല്യാണം കഴിഞ്ഞതിന് ശേഷം നടക്കാൻ ചാൻസ് ഉള്ള ഒരു സിനാരിയോ ആണ്. ഇതിൽ പലരും വില്ലനും വില്ലത്തികളും ആവാൻ ആ ഭാഗത്തിലുള്ളൊരു സിറ്റുവേഷനുണ്ട്. എന്താണെങ്കിലും നമ്മളെ കംപ്ലൈനിങ് സ്റ്റാർ രോഹിത് പ്രശ്നേഷ് ആളിട്ട വീഡിയോനകത്ത് പെങ്ങളെ കുറ്റം പറയുന്നു, അമ്മയെ കുറ്റം പറയുന്നു, അച്ഛനെ പിന്നെ പണ്ട് മുതലേ പറയുന്നുണ്ട്. അതിനൊരു റീസൺ ഉണ്ട് അച്ഛനെ പറയുന്നത്. കാരണം അയാൾ മദ്യപിച്ച് അവരെ മൊത്തം ദ്രോഹിച്ച് അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ലൈഫിൽ വന്ന് നിൽക്കുമ്പോൾ ഇവൻ ഇത്രയൊക്കെ അച്ഛനെ പറഞ്ഞ് അച്ഛൻ ഇത്രയൊക്കെ ദ്രോഹിച്ചു എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിലുള്ള അമ്മയ്ക്കും പെങ്ങൾക്കും ഇവനൊരു കൊടൂര ദ്രോഹം ചെയ്യുന്ന ഒരുത്തനായിട്ട് മാറുകയാണെങ്കിൽ അത് ഒരു വല്ലാത്ത സിറ്റുവേഷനാണ്. പിന്നെ നമ്മളിത് എന്തുകൊണ്ട് വീഡിയോ ആക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ തന്നെയാണ് പബ്ലിക്കിൽ വന്നിട്ട് ഈ കുടുംബ പ്രശ്നം മൊത്തം വീഡിയോ ആക്കിയത്. സോ കമൻറ്റ് ബോക്സിൽ എങ്ങനെയാണോ നിങ്ങൾ ഇത് ഓഡിറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഇടുന്നത്, അതുപോലെ തന്നെയാണ് നമ്മളിങ്ങനെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് നമ്മുടെ അഭിപ്രായം പറയുന്നത്. കുറച്ച് മാന്യമായിട്ട് പറയുക എന്നുള്ളത് ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരു ലൈനാണ്. മാന്യത വിട്ട് പറയുന്നവർ ചിലപ്പോൾ കാണുമായിരിക്കും. ഓക്കെ, എന്താണെങ്കിലും ഒരു വീഡിയോ ഞാൻ ഇന്നലെ നമ്മുടെ അൽത്വാഫ് വ്ലോഗ്, അവൻ അൽത്വാഫ് തന്നെ വിളിക്കണം, അൽത്താഫിനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ അൽത്വാഫിൻ്റെ വീഡിയോയിൽ ബ്ലർ ചെയ്ത് വെച്ചൊരു പോർഷൻ കണ്ടു. അതായത് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോനകത്തൊരു സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്. ഇവൻ്റെ വീടിന് അടുത്തുള്ള, ഈ പ്രശ്നേഷിൻ്റെ വീടിനടുത്തുള്ള ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ സ്വർണം, കാറ്, അങ്ങനെ വീടിൻ്റെ അഡ്വാൻസ്, പല പല പ്രശ്നങ്ങളാണ്. ഇവൻ കയറി ആകെ സീനാക്കിയത്, ഇവനാണ് വിഷയം, അമ്മയും പെങ്ങളും പാവം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ അതേ സീന്. ആൻഡ് ഈ നാട്ടുകാരെ ഇവൻ ഇന്നലെ ഗുണ്ടാഗുണ്ടികൾ എന്നാണ് പറഞ്ഞത് ഇതിൽ ഇടപെടാൻ വന്നത്. ഈ ഗുണ്ടാഗുണ്ടികളുടെ ഭാഗമായിട്ടുള്ള കുറച്ച് ആളുകൾ എടുത്ത വീഡിയോ ആണ് അൽത്വാഫിന് ഈ പറഞ്ഞ പ്രശ്നേഷിന്റെ പെങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആദ്യം തന്നെ അവിടെ പ്ലേ ചെയ്യാം. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ, ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടുത്തണം. അപ്പൊ എല്ലാരെയും കൂടെ ഇടപെടുത്തുവാണ്. ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ വീഡിയോ എടുത്ത രാത്രി ഒന്ന് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് വിടാ എന്ത് പ്രശ്നേഷിന്റെ വൈഫ് കയറിയിട്ട് നീ എന്തിനാണ് ആ വീഡിയോ എടുക്കുന്നത്? അതായത് ആ വീട്ടിൽ കയറിയിട്ട് ഇവൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന സമയത്ത് നാട്ടുകാരെടുത്ത വീഡിയോ ആണ്. ഓക്കെ, അത് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു പ്രശ്നേഷിന്റെ വൈഫിന്. അവർ കയറിയിട്ട് നീ എന്തിനാണ് ആ വീഡിയോ എടുക്കുന്നതെന്ന് ആ ചൊറിച്ചിൽ തിരിച്ച് നാട്ടുകാരും ചൊറിയാതിരിക്കുമോ? ഇപ്പോൾ എൻ്റെ വീടാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറി രാത്രി വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് ചുറ്റോറുള്ള നാട്ടുകാർക്ക് ഒരു ന്യൂസൻസായി അവരിടപെടാതിരിക്കൊന്നുമില്ല. അപ്പോൾ അവരിടപെടുന്ന സമയത്ത് ഇത് അവരുടെയും കൂടിയും ഒരു സേഫ്റ്റിക്കാണ് അവർ വീഡിയോ എടുത്ത് വെക്കുന്നത്. കാരണം ഇവൻ്റെ കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് അറിയാം. ഇവൻ നാളെ അവിടെ വന്ന് ഈ സംഗതികളൊക്കെ ഉണ്ടാക്കി പോയിട്ട് ഇവൻ കുറച്ച് വീഡിയോ അല്ലെങ്കിൽ കോളൊക്കെ ഈ ഫോണിൽ സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ലാസ്റ്റ് നാട്ടുകാർക്ക് എതിരെ ഒരു സാധനം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് നാട്ടുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവൻ ഏകദേശം പഠിച്ചു നാട്ടുകാർ. അതുകൊണ്ട് നാട്ടുകാർ എന്ത് ചെയ്തു, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവൻ്റെ വീഡിയോ എടുത്ത് വെച്ചു. അതിന് പൊളിഞ്ഞതാണ്. അപ്പം എന്താണെങ്കിലും അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഈ പ്രശ്നേഷിൻ്റെ പെങ്ങൾ അൽത്താഫിനോട് പറഞ്ഞ ഞാൻ അൽത്താഫിനെ പറയുള്ളൂ, ഈ സഹിച്ചോളിയാ. അൽത്താഫിനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇത് സ്ക്രിപ്റ്റാണോ, ഇത് ഫോർച്യൂണറിനാണോ, ഇത് വീടിനാണോ, ഇത് ബസ്സിനാണോ, ഇത് എക്സ്ട്രാ പൈസയ്ക്കാണോ, റീച്ചിനാണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് പ്രശ്നേഷിന് ചിലപ്പോൾ ഇത് റീച്ചിനായിരിക്കാം. പക്ഷെ പെങ്ങൾക്കും അമ്മയ്ക്കും ഇത് റീച്ചല്ല. അവർക്ക് എന്താ പറയുക, അവർക്ക് അവരുടെ സേഫ്റ്റി പ്ലസ്
ഒരു ഇത് വരുള്ളൂ. സ്വന്തം ചോര പുറത്ത് വന്ന് നാട്ടുകാർ കാണുക, ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ അമ്മ ഇങ്ങനെയാ പെങ്ങൾ ഇങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം നമുക്കൊരു സാധനം വരുമല്ലോ. അതാണ് അവരുടെ പ്രശ്നം. അതാണ് അവരുടെ ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷനാണ്. അപ്പം അവർ ഇന്നലെ അൽത്താഫിനോട് സംസാരിച്ച വോയിസ് കോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത് ഇപ്പൊ തുടങ്ങിയ പ്രശ്നങ്ങളല്ല ബ്രോ, കുറെ നാളായിട്ട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആരും സ്വന്തം നെഗറ്റീവ് സൈഡ് സോഷ്യൽ മീഡിയയിൽ ഇടത്തില്ലല്ലോ, അവരെ ന്യായീകരിച്ചല്ലേ ഇടൂ. അപ്പൊ അവന്റെ നല്ല സൈഡ് മാത്രം കാണിച്ചുകൊണ്ട് പോകും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനെയല്ല, ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ സാനിറ്റൈസറും കൊണ്ട് നടക്കുന്ന ഒരാള്. അങ്ങനെ വീട്ടില് ഓൾറെഡി കുറെ നാളായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ മൺഡേ 12-ാം തീയതി 12 മണിയോടടുക്കെ വീട്ടില് വേറെ 2 ആമ്പിള്ളാരുമായിട്ട് വന്നു. എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് ജനലിലും കതകിലും ഒക്കെ തല്ലി പൊട്ടിക്കുന്ന കണക്ക് ഭയങ്കരമായിട്ടും അടിയായിരുന്നു. എന്നിട്ട് ആ സൗണ്ട് കേട്ട് നാട്ടുകാർ ഓടിച്ചു വിടുമായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ബ്രോക്ക് അയച്ചിട്ടുണ്ട്. ഈ സംഭവത്തെ വളച്ചൊടിച്ച് സ്വന്തം സൈഡ് ന്യായീകരിക്കുന്ന കണക്കാണ് പുള്ളി ഇപ്പൊ വീഡിയോ ഇട്ടേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ് കാര്യങ്ങൾ. അതായത് ഇവന്റെ പേഴ്സണൽ ഹൈജീനും അല്ലെങ്കിൽ ഇവന്റെ ഈ കാണിക്കുന്ന സാനിറ്റൈസർ കോമാളിത്തരൊക്കെ നാട്ടുകാർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുള്ള കേസാണ്. അത് നാട്ടുകാർ തന്നെ ഇവന്റെ പല വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇവന്റെ വീട്ടിലുള്ള വൃത്തിയും ഇവന്റെ വൃത്തിനെ കുറിച്ചുള്ള പറച്ചിലും ഒക്കെ എടുത്ത് വെച്ച് ഓഡിറ്റ് ചെയ്ത് വിട്ടതാണ്. അത് കഴിഞ്ഞ കേസ്. അത് ഏകദേശം നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. കണ്ടന്റിന് വേണ്ടി മാത്രമുള്ള ഒരു തരം ഗിമിക്കാണ് അത് എന്നുള്ളത്. അവിടെ നിൽക്കട്ടെ. ഇവൻ ഈ സ്വന്തം വീടിൻ്റെ മതിൽ ചാടിക്കടന്ന് വേറെ 2-3 ആൾക്കാരെയും വിളിച്ച് വീടിൻ്റെ ജനലും വാതിലും തട്ടിമുട്ടി ഒച്ചയും വിളി ഉണ്ടാക്കുമ്പോൾ ഈ ഗുണ്ടാഗുണ്ടികൾ ഇടപെടില്ലേ? അതാണ് ഇവൻ ഇന്നലെ പറഞ്ഞ ഗുണ്ടാഗുണ്ടികളും ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോനകത്തുള്ള വീഡിയോ എടുത്ത ആളുകളും. നാട്ടുകാരിടപെടും. കാരണം സ്വന്തം വീടിൻ്റെ മതിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗേറ്റ് ചാടിക്കിടക്കേണ്ട ഒരു അവസ്ഥ ഒരു മകന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കയ്യിലിരിപ്പാണ്. സ്വന്തം പെങ്ങളും അമ്മയും വീട്ടിൽ കയറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അവന് ഡെഫിനറ്റ്ലി വേറൊരു വേർഷൻ കാണും. അതിനകത്ത് അമ്മയോ പെങ്ങളോ ആയിരിക്കാം വില്ലത്തികൾ. പക്ഷെ ഇവിടെ ഈ പെങ്ങളും അമ്മയും പറയുന്ന കാര്യങ്ങളിൽ ഡെഫിനറ്റ്ലി ഇവൻ എന്ത് ചെയ്യണം? റിപ്ലൈ കൊടുത്തേ പറ്റൂ. അവരുടെ ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് അവർ പറയുന്നത്. നാട്ടുകാരപ്പം ഇടപെടാൻ വരാതിരിക്കൊന്നുമില്ല. സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ എന്തിനാണ് നട്ടപ്പാതിരിക്ക് ഗേറ്റ് ചാടി കടന്നു പോകേണ്ട ഒരു ആവശ്യമുള്ളത്? എന്തിനാണ് വേറെ 2 ആൾക്കാരെ വിളിച്ചു കൂട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളത്? സ്വന്തം പെങ്ങള് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരെ ഫോൺ വിളിച്ചിരിക്കണമെന്നാണ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്. സ്വന്തം വീട്ടിലേക്ക് നട്ടപ്പാതിരേക്ക് പോകുമ്പോൾ എന്തിനാ വേറെ 2 ആണുങ്ങളെ വിളിച്ചിട്ട് പോകേണ്ട ആവശ്യമുള്ളത്? പ്രശ്നേഷന്റെ പ്രശ്നങ്ങൾ എടുത്തു നോക്കിയാൽ പ്രശ്നേഷനെയാണ് ഒരു പ്രശ്നം. അത് എന്താണെങ്കിൽ പോലും ഇങ്ങനെ ആ വീഡിയോ കാണുമ്പം ഓൾമോസ്റ്റ് കുറച്ചൊക്കെ അറിയാൻ പറ്റും. നാട്ടുകാർ ആ പ്രശ്നം കേട്ട് ഓടി വരുമായിരുന്നു. ഇതിനു മുന്നും വീട്ടിൽ പ്രശ്നം ഉണ്ടായി, എന്നെ മർദ്ദിച്ചു. അന്ന് ഈ നാട്ടുകാരൊക്കെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം പാതിരാത്രി പ്രശ്നം ഉണ്ടായ സമയത്തും വന്നത്. നിങ്ങൾ സഹോദരങ്ങളല്ലേ? അപ്പൊ നിങ്ങൾ എന്തിനാ പുള്ളിക്കാരൻ നിങ്ങളെ മർദ്ദിക്കുന്ന ഒരു കാര്യമില്ല. നിങ്ങൾ ഒരു വീട്ടിലല്ലേ താമസിച്ചിട്ടുണ്ട്? വീട് ആരുടെ? സ്വന്തം വീടാണോ? വാടകയാണോ? അങ്ങനെയാണ്? അല്ല, പണയത്തിനാണ് താമസിക്കുന്നത്. അതിന് കാശൊക്കെ കൊടുത്തു തരാം. കാശെന്ന് വെച്ചാൽ 7.5 ലക്ഷം ആയിരുന്നു അതിന്റെ പണയക്കരാറിലുള്ള എമൗണ്ട്. അത് 5 ലക്ഷം അമ്മയുടേതും 2.5 ലക്ഷം രോഹിത്തിൻ്റെതും ആയിരുന്നു. അതില് പക്ഷെ അവന്റെ പേരിലാണ് പണയക്കരാർ എഴുതിയിരിക്കുന്നതും അവന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഓണർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തത്. ഈ വ്യക്തി എന്റെ ഗോൾഡ് പണയം വെച്ചിട്ടാണ് ഇവന്റെ കാർ എടുക്കാനായിട്ടുള്ള കുറച്ച് ഫണ്ട് റേസ് ചെയ്ത. അപ്പൊ ഇവന്റെ ഭാര്യയുടെ കൂടെ വെളിയിൽ പോകാനായിട്ട് സ്പൗസ് വിസയ്ക്ക് വെളിയിൽ പോകാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആ സമയത്തേക്കും ഓണർ ഈ പൈസ തരുമോ ഇല്ലയോ എന്നൊന്നും അവൻ അറിയില്ല. അതുകൊണ്ട് എന്റെ ഗോൾഡ് അവന് വിൽക്കണമെന്നും പറഞ്ഞ് ഇതിനു മുന്നേ ഏപ്രിൽ മാസം 3-ാം തീയതി പ്രശ്നം ഉണ്ടാക്കുകയും എന്നെ മർദ്ദിക്കുകയും ചെയ്തായിരുന്നു. ഈ പ്രശ്നേഷ് കുട്ടൻ പല വീഡിയോയിലായിട്ട് ഈ വുമൺ എംപവർമെന്റ്, ഇവൻ്റെ അച്ഛൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അമ്മ സഹിച്ച കാര്യങ്ങൾ, ഇവർ സഹിച്ച കാര്യങ്ങൾ, അതിൻ്റെ ട്രോമ, അയാൾ വീട്ടിൽ കയറിയിട്ട് വീട്ടിലുള്ള അമ്മേനെയും അനിയത്തിനെയും ഇവനെയും തല്ലുന്ന കേസുകൾ, എന്തിന് ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ടിട്ട് അമ്മയെ തീർത്ത് കളയാൻ വരെ അച്ഛൻ ശ്രമിച്ച കഥയൊക്കെ ഇവൻ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പെങ്ങള് തന്നെ പറയുന്നു ഇവൻ ആ പെങ്ങളെ അടിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും ഉണ്ട് എന്നുള്ളത്. എന്തൊക്കെ ഡയലോഗായിരുന്നു പ്രശ്നേഷ് അടിച്ചിരുന്നത്, എന്തൊരു മോട്ടിവേഷനായിരുന്നു. ഇവൻ ആദ്യം കാലഘട്ടത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഈ അച്ഛൻ കാണിച്ച ഡൊമസ്റ്റിക് വയലൻസിനെ പറഞ്ഞ് അതിനെ എതിർത്തിട്ടാണ് ഇവൻ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയതും. പല വീഡിയോസിലായിട്ട് അമ്മേനെ കൊണ്ട് വന്നിട്ട് KGF മോട്ടിവേഷൻ പറയിപ്പിക്കലുള്ള പരിപാടിയൊക്കെ ആയിരുന്നു.
ഇപ്പം ഇവൻ എങ്ങനെ ഇരിക്കുന്നത്? ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം, ഇവൻ പുറത്തു പോകാൻ നിൽക്കുക എന്നുള്ളത് ഈ പെങ്ങൾ പറയുന്നുണ്ട്. സ്പോർട്സ് വിസയിൽ പുറത്തു പോകാൻ നിൽക്കുകയാണ്. കേസോ കൂട്ടങ്ങളോ ആവുന്ന വിഷയങ്ങളാണ് എന്നുണ്ടെങ്കിൽ, ഇതൊരു ഡ്രാമയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പെങ്ങൾ അൽത്താഫിനോട് പോയിട്ട് എന്ത് പറയില്ല, ഈ വിഷയങ്ങളൊന്നും വിളിച്ചു പറയില്ല. മനസ്സിലായി? ഇതിപ്പോൾ പബ്ലിക്കായിട്ടാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അൽത്താഫ് ഇത് പോസ്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ കാര്യങ്ങൾ അവരുടെ വേർഷൻ പറയുന്നത്. ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിലും, നമ്മൾ കണ്ടതാണ് പ്രവീൺ പ്രണവിൻ്റെ ഇഷ്യൂവിൽ, പുറത്തുനിന്ന് ഇത് കേൾക്കുന്ന വേറൊരാൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. സ്വന്തം ഏട്ടനാണെങ്കിലും അനിയത്തിയെ അടിച്ചു തല്ലി എന്നുള്ള കേസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ, അതവർ പറഞ്ഞു കഴിഞ്ഞാൽ, അവരിതേപോലൊരു ചാനലിൽ പറഞ്ഞാലും മതി, ഇതെടുത്തിട്ട് ആർക്കെങ്കിലും എടുത്തു കൊടുത്ത കേസാവും. ഇവൻ്റെ പുറത്തു പോക്കും പരിപാടികളൊക്കെ അട്ടത്ത് പോയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു ഡ്രാമ കേസായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നില്ല. പിന്നെ നാളുകളിൽ ഇവരെല്ലാവരും ഒന്നിച്ച് പോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം വീടാണ്, വീടിനകത്ത് അമ്മയും അനിയത്തിയും മകനും മരുമകളും അച്ഛനൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ കാണും. അച്ഛൻ്റെ കാര്യം വിടുക, അച്ഛൻ അത്രയും ഒരു സൈഡാണെന്ന് വിചാരിക്കാം. ഇവനും ആ ഒരു സൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടുകാരായിട്ട് എല്ലാം പറഞ്ഞ് സോൾവ് ആയിട്ട് ഒരൊറ്റ ഫ്രെയിമിൽ വന്ന് നിൽക്കണം. അല്ലാതെ ഒരു സൈഡിൽ ഫുള്ള് ഉപദേശവും മറ്റേ സൈഡിൽ വന്നിട്ട് ഇവൻ അച്ഛൻ എന്തൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞോ അതിൻ്റെയൊക്കെ ബാക്കി ഇവൻ വന്ന് കാണിക്കുക വീടിനകത്ത്. പെങ്ങൾ പറയാണ് തല്ലിയിട്ടും പിടിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഇന്നലത്തെ ഞാൻ വെച്ച സ്ക്രീൻഷോട്ടിലുള്ളത് എക്സാക്ട് കാര്യങ്ങളാണ്. 7.5 ലക്ഷം രൂപ ഇവർ വീട് പണയത്തിന് കൊടുക്കുന്നു, അതിൽ 2 ലക്ഷം ഇവൻ്റെയും ബാക്കി അമ്മയുടെയും. ഇനിയിപ്പോൾ അവന് കാണിക്കാനുണ്ടാവും, അതും പെങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോയിട്ടുള്ളത്. അപ്പോൾ ഇവൻ ഡെഫിനറ്റ്ലി അത് ക്ലെയിം ചെയ്യാം, ഇവൻ്റെ പൈസയാണെന്നുള്ളത്. മനസ്സിലായി? ഇവൻ്റെ പൈസയാണെന്നുള്ളത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും? ഇവൻ്റെ അക്കൗണ്ടിൽ നിന്നാണല്ലോ പൈസ പോയിട്ടുള്ളത്. പിന്നെ വണ്ടി എടുക്കാൻ കൊടുത്ത പൈസയും എല്ലാം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതിനകത്ത് സ്വർണവും പൈസയും തല്ലും എല്ലാം കൊണ്ടും ഇവൻ എന്താണോ പൊതുജനത്തിന് വെച്ച കോണ്ടന്റ്, അതായത് നന്മയിൽ പൊതിഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്ന പ്രശ്നേഷ് സ്വയം ലൈഫിലൊരു പ്രശ്നക്കാരനാണെന്നുള്ളത് അല്ലേ? റിയൽ ആൻഡ് റിയാലിറ്റി. അപ്പൊ നിങ്ങൾ കേസോ കാര്യങ്ങളൊന്നും കൊടുത്തില്ലയോ? ഒന്ന് കേസ് സഹോദരനല്ലേ എന്നോർത്ത് അമ്മയ്ക്കും മോനോടുള്ള സ്നേഹം കാരണം പരാതിയായിട്ട് പോണ്ട എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അമ്മ പറഞ്ഞു. ഓക്കെ. ഇപ്പൊ അമ്മ ആരുടെ കൂടെ? എന്റെ കൂടെ. അമ്മ എന്താ പറയുന്ന ഈ വിഷയത്തിൽ? ഇനിയിപ്പം ചുമ്മാ ഇരിക്കണ്ട, കേസ് കൊടുക്ക. ഇത്രയോ ഒതുങ്ങി നിന്നിട്ടും ഇങ്ങനെ മനസമാധാനം തരാണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെതിരെ തന്നെ നിക്കണം എന്നാ ഇപ്പൊ പറയുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രോഹിത്തിന്റെ, അതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് കൂടെ നിർത്തി കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾ സഹോദരിക്ക് വേറെ മറ്റുള്ള ആമ്പിള്ളാരെ വിളിക്കുകയോ അങ്ങനെയൊക്കെയാണ്. അതിലെ കാര്യം എന്താ? ബ്രോ, ഈ വ്യക്തി എനിക്ക് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഈ വ്യക്തിയുടെ കൂടെ വീഡിയോ എടുത്തു കൊടുക്കാൻ ആള് വേണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് ഈ വ്യക്തിയുടെ കൂടെ കൊണ്ടുപോയത്. അതും ഇവൻ പറയാത്തൊരു കാര്യമുണ്ട്. ഇവന്റെ കമ്പനിയിൽ എനിക്ക് ജോലി തന്നു എന്നാ പറഞ്ഞേക്കുന്നത്. ഇവൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോ ഇവന് പാർട്ട്ണറിനെ വേണമെന്നും പറഞ്ഞ് എന്തോ 10,000 രൂപ എന്തോ ആയിരുന്നു ക്യാപിറ്റൽ വേണ്ടേ. ഈ 3,000 രൂപ എന്റെ അടുത്തുനിന്ന് വാങ്ങിച്ച് എന്നെ ഒഫീഷ്യൽ പാർട്ട്ണർ ആക്കിയ ആളാണ് ഇയാള്. ഇന്നേ വരെ 1 രൂപ ഡിവിഡൻഡ് ആയിട്ടോ പ്രോഫിറ്റിന്റെ വിഹിതമായിട്ടോ തന്നിട്ടില്ല. ഇത് ഞങ്ങൾ ആരും ചോദിച്ചിട്ടുമില്ല. പക്ഷെ കഴിക്കുന്നതിന് വരെ കണക്ക് പറഞ്ഞ് പ്രശ്നങ്ങൾ വഷളാക്കിയ സമയത്ത് ഞാൻ ഈ കാര്യം മെൻഷൻ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോവുകയും ഒത്തുതീർപ്പാക്കണം എന്നുള്ള രീതിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി. അന്ന് കേസായിട്ടൊന്നും അല്ല പോയത്. ആ അവിടെ കൊടുത്ത പരാതിയുടെ ഫോട്ടോ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ പിന്നെ ഉറപ്പിച്ചടി ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ ഫോർച്യൂണർ സ്ക്രിപ്റ്റ് ആയിട്ടൊന്നും കാണണ്ട. പോലീസ് സ്റ്റേഷൻ വരെ എത്തി ഒത്തുതീർപ്പായിട്ടുള്ള ഒരു വിഷയമാണ്. സ്വന്തം മകനാണ്, ഏട്ടനാണ് എന്നുള്ളൊരു കൺസിഡറേഷനിൽ അവർ ചിലപ്പോൾ എന്ത് ചെയ്ത് കാണും, ഒത്തുതീർപ്പിന് നിന്ന് കാണും. പക്ഷേ ഈ നോട്ട് എനിമോർ എന്നുള്ളത് ഇവരുടെ സംസാരം നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ എഗെയിൻ ഈ വിഷയങ്ങൾ പബ്ലിക്കിലേക്ക് വരും, ഇവൻ തന്നെ കൊണ്ടുവരുന്നു. ഇവൻ ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരും. അതിനകത്തും ഡെഫിനറ്റ്ലി ഈ അമ്മയ്ക്കും അനിയത്തിക്കും ഉള്ള കുറേ കുറ്റങ്ങളും കുറവുകളും കാണും. ആൻഡ് ഓബിയസ്ലി ഈ പയ്യൻ്റെ വൈഫിൻ്റെ ഭാഗത്തുനിന്നും കുറേ എക്സ്പ്ലനേഷൻസ് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി അതിനകത്തേക്ക് ഒരു അമ്മായിയമ്മ മരുമകൾ ആംഗിൾ കയറി വരാനുള്ള ചാൻസസ് ഞാൻ ഭയങ്കര ഹൈ ആയിട്ടാണ് കാണുന്നത്. നാത്തൂൻ അങ്ങനത്തെ സാധനങ്ങൾ വരും, വരാതിരിക്കുകയൊന്നുമില്ല, അതിനുള്ള ചാൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ പബ്ലിക്കിലേക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവന്ന് അത് ഒരു സൈഡിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രശ്നേഷന് ഈ സാധനങ്ങളൊക്കെ ഭയങ്കര അത്യാവശ്യമാണ് തോന്നുന്നു, റീച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അവൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ സാധനമുണ്ട്. പക്ഷെ ഈ അമ്മയുടെയും അനിയത്തിൻ്റെയും ഭാഗത്തുനിന്ന് ഇത് റീച്ചല്ല, ഇത് അവരുടെ ലൈഫാണ്. പിന്നെ ഇവൻ ഈ പുറത്തു പോകാനുള്ള തത്രപ്പാടിൽ കാണിച്ചു കൂട്ടുന്ന പരിപാടികളാണോ? മനസ്സിലായോ? ഇവന് പുറത്തു പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കാശ് വേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ ഈ എഗ്രിമെൻറ്റ് സാധനങ്ങളും തീർക്കേണ്ടി വരും, കേസാവാതെ മുന്നോട്ട് പോകേണ്ടി വരും. ബട്ട്
അതൊക്കെ ഉള്ളപ്പോഴും ലൈഫിൽ നമ്മൾ ഏറ്റവും എന്താ പറയുക വാല്യുബിളായിട്ട് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ ഫാമിലി എന്ന് പറയുന്നത്. ആരൊക്കെ എങ്ങനെയൊക്കെ നിന്നാലും വന്നാലും പോയാലും നമുക്ക് നമ്മളെ ചോരേനെ കാണും. എൻഡ് ഓഫ് ദ ഡേ ബ്ലഡ് ഈസ് ബ്ലഡ്, അതിനൊരു മാറ്റവും ഇല്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവാണ് അവരുടെ ലാസ്റ്റ് വീഡിയോ ഒക്കെ ഉണ്ടായത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചു, അങ്ങനെ ഒരു തമാശ കൂടുതൽ അങ്ങനെ ചെയ്തു പോയി എന്നുള്ളൂ. പക്ഷേ ദിസ് ഈസ് സംതിങ് വെരി സീരിയസ്. ഓക്കെ, അന്ന് ഞാൻ ഇതിന് മുമ്പ് കുറച്ച് മുമ്പ് തന്നെ ഇവൻ്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഈ കംപ്ലൈനിങ് സ്റ്റാറിൻ്റെ കുറച്ച് ആസ്പെക്ട്സ് ഒക്കെ നല്ലതാണെന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് അവൻ ആ ക്ലീനിങ് പ്രൊസീജിയേഴ്സും പരിപാടികളും ബ്ലീച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ചെയ്ത സമയത്തും ഇതേ അമ്മയും പെങ്ങളും ഇവൻ്റെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്തപ്പോൾ ഇവൻ കമ്പനിയായിട്ട് അത് തുടങ്ങി, സ്വന്തം വീട്ടിൽ കമ്പനിയായിട്ട് തുടങ്ങി, അതിൽ രജിസ്റ്റർ ചെയ്ത് പെങ്ങൾ അതിൻ്റെ ഭാഗമാക്കി. ഇത് എന്തുവാണ് ഇത്? ശരിക്കും അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് ചോദിക്കണം? അവനോട് അതിൻ്റെ പ്രോഫിറ്റ് ചോദിക്കണം അല്ലേ? സ്വന്തം ഞാൻ ഇപ്പം എൻ്റെ അനിയത്തിനെ അമ്മേനെ വെച്ചിട്ടൊരു കമ്പനി തുടങ്ങുകയാണ്. എന്നിട്ട് ഞാൻ അവരോട് പറയുകയാണ് ഇത് കമ്പനി തുടങ്ങണം, അതിന് വേണ്ടി നിങ്ങൾ ഇത്ര പൈസയും മേടിച്ചു, സ്വന്തം വീട്ടിൽ നിന്ന് പൈസയും മേടിച്ചിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണത്തിനും ഉടുക്കുന്ന ഡ്രസ്സിനൊക്കെ ഇരുന്ന് കുറ്റം പറയുക അല്ലെങ്കിൽ അതിന് കണക്ക് പറയുക എന്നുള്ളപ്പോൾ ഡെഫിനറ്റ്ലി പിന്നെ ചോദിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് ആ ഫാമിലി മാറില്ലേ? ഞാനാണെങ്കിലും നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിലാണ് നമ്മളെ ഫാമിലിനായിട്ട് ഇടപഴകണമെന്നുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ഒരു 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 സ്റ്റേജ് കഴിഞ്ഞാൽ ഐസ് ബ്രേക്ക് ആവും. അവർ ചോദ്യം ചോദിക്കും, ഉത്തരം കൊടുക്കേണ്ടി വരും. പിന്നെ ഈ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടാവുക ചിലപ്പോൾ ഒരു മേ ബി ഇവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുമായിരിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏത് രീതിയിലുള്ള ഈഗോ ആണെങ്കിലും വർക്കൗട്ട് ആവും. അമ്മയ്ക്ക് മരുമകളോടും, മരുമകൾക്ക് അമ്മയോടും, നാത്തൂന് മരുമകളോടും, അങ്ങനെ 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 ആ സാധനങ്ങളൊക്കെ വർക്കൗട്ട് ആവട്ടെ. ഇതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് നാളെ ഏത് ആസ്പെക്റ്റിൽ കാര്യങ്ങൾ പോകുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഒരു ഫാമിലി ആകുമ്പോൾ അതിനകത്ത് ഇങ്ങനെയൊക്കെയാണോ അവർ പോയിരുന്നത് എന്നുള്ളതാണ് സത്യം പറഞ്ഞത്. അതായത് റിയാലിറ്റി വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുക. ഒത്തുതീർപ്പാക്കണം എന്നുള്ള രീതിക്ക് ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പൊ ഒത്തുതീർപ്പാക്കിയപ്പം പണയക്കരാറ് അമ്മയുടെ പേരിലോട്ട് ഓൾറെഡി ഈ വ്യക്തി എന്റെ ഗോൾഡിന്ന് ഈ 2.5 ലക്ഷത്തിന് വേണ്ടിയിട്ടുള്ളത് വിറ്റു. അതിനെക്കാട്ടി കൂടുതൽ എമൗണ്ട് ഗോൾഡ് വിറ്റിട്ട് ബാക്കി ഗോൾഡ് കസ്റ്റഡിയിൽ വെച്ചിട്ട് തന്നിട്ടും ഇല്ലായിരുന്നു. അപ്പൊ പണയക്കരാറും മാറ്റി. അവിടെ പോയപ്പോഴത്തേക്കും അവരുടെ നിർദ്ദേശപ്രകാരം പണയക്കരാർ അമ്മയുടെ പേരിലോട്ട് മാറ്റി. എന്റെ ബാക്കി ഗോൾഡ് വന്നു. അപ്പൊ എന്റെ പേരിലുണ്ടായിരുന്ന ഈ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഷെയർ ഞാൻ ഇന്നേ വരെയുള്ള പ്രോഫിറ്റിന്റെ ഒന്നും വാങ്ങാണ്ട് ഞാൻ കൊടുത്ത ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നു 3000 രൂപ. അവിടെ വെച്ച് തന്നെ ഞാൻ അതും ഒപ്പിട്ട് കൊടുത്തു. പ്രശ്നം അവിടെ വെച്ച് സോൾവ് ആയി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അത് കഴിഞ്ഞും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് അമ്മയെ കുത്തുവാക്കുകൾ പറഞ്ഞും ഇടയ്ക്ക് വന്ന് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തും പോകും. ഇത് കഴിഞ്ഞിപ്പോ സഹികെട്ട് ഈ മൺഡേ വന്ന് 12-ാം തീയതി രാത്രി 12 മണിയോടടുക്കെ വന്ന് പ്രശ്നം, അതും പൂട്ടിയിട്ടിരുന്ന ഗേറ്റ് ചാടി കടന്നു വന്നാണ് ബ്രോ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത്. അല്ല, ഏപ്രിൽ മാസം 3-ാം തീയതി വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കറക്റ്റ് 6-ാം തീയതി വൈകുന്നേരം ഈ വ്യക്തിയുടെ ഭാര്യയുടെ വീട്ടിലോട്ട് മാറിയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ വ്യക്തി എന്നൊക്കെ സ്വന്തം ചേട്ടനല്ലേ? ഇത്രയും കാണിച്ച ഒരാള് അങ്ങനെ എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല. അല്ല, പെങ്ങള് അൽത്താഫ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുത്തത് അങ്ങനെ തോന്നുന്നില്ല. ഈ വ്യക്തി എന്ന് വിളിക്കുന്നത് തന്നെ ഭാഗ്യം. വേറെ എല്ലാവരും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആട്ടി തുപ്പി വിട്ടിട്ടുണ്ടാവും. ഇത് വ്യക്തി എന്നെങ്കിലും പറയുന്നുണ്ടല്ലോ. അതായത് സ്വന്തം വീട്ടിനകത്ത് ബിസിനസ് നടത്തി അമ്മേനോടും പെങ്ങളോടും ഈ റിയൽ ലൈഫിൽ കാണുന്ന സ്നേഹവും ആ വഴിഞ്ഞൊഴുകുന്ന BGM ഇട്ടുള്ള ഇമോഷനും മോട്ടിവേഷനും ഇതൊന്നും അല്ല റിയൽ ലൈഫിൽ എന്ന് പറയുമ്പോൾ ഇത് അവരെന്നെ ഞെട്ടുന്നുണ്ടാവും. അവർക്ക് മറ്റേതായിരിക്കും വീട്ടിനകത്ത് സ്ഥിതി. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. മക്കളെ ഞാൻ നിങ്ങളുടെ പ്രശ്നേഷ് കണ്ടോ ഇത് എന്ന് പറയുമ്പോൾ അമ്മയും മക്കളും അപ്പുറത്ത് നിന്നിട്ട് അവരന്ന് വിടുന്നുണ്ടാവും ശരിക്കും. അപ്പം അന്ന് എനിക്ക് തോന്നുന്നത് ഇവർ ഏട്ടനല്ലേ മകനല്ലേ നമ്മുടെ ലൈഫും കൂടി നന്നാവൂലോ, മനസ്സിലായ ആ സ്കീമിലായിരിക്കും എടുക്കുന്നത്. പക്ഷെ പോകെ മുന്നോട്ടുള്ള ലൈഫിൽ ഇവൻ കംപ്ലീറ്റ്ലി ഈ പ്രശ്നേഷായിട്ട് മാറുക. ഈ പ്രശ്നങ്ങൾ മൊത്തം അവരുടെ തലയിൽ കൊടുന്ന് ഇടുക. അവർക്കും ലൈഫ് മുന്നോട്ട് പോകണ്ടേ? അവരുടെ ലൈഫും ഈ പറഞ്ഞ പോലെ ഇവൻ്റെ റീലിലൊരു എത്രയോ മിനിറ്റ് മാത്രം അഭിനയിച്ചു പോകുന്ന നടനോ നടിയോ ആയിട്ട് മാത്രം മുന്നോട്ട് നടന്നാൽ മതി. ഈ റിയാലിറ്റി ഭീകരം. അപ്പൊ നിങ്ങൾ തമ്മിൽ നേരത്തെ സഹോദരങ്ങൾ വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നോ? നേരത്തെ ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നല്ലേ? അതെ, ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന. പ്രശ്നം സ്റ്റാർട്ടിങ് എപ്പോഴാ? എന്താ അതിന്റെ കാര്യം? സ്റ്റാർട്ടിങ്ങിന്റെ കാരണം എന്ന് വെച്ചാല്
ഇവന് എപ്പ തൊട്ട് വെളിയിലോട്ട് പോകണം എന്ന് തുടങ്ങി ആ സമയം തൊട്ട് തുടങ്ങി. അതെനിക്ക് ട്രോൾ വീഡിയോ വന്ന സമയത്ത് ഭയങ്കരമായിട്ടും ട്രോള് വന്നപ്പോ സഹോദരനായതുകൊണ്ടും അമ്മയുടെ മോനായതുകൊണ്ടും സപ്പോർട്ട് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞ് ഇത് ഭയങ്കര രൂക്ഷമായിക്കൊണ്ടിരുന്നപ്പോ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ടല്ലേ കുറച്ച് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ഒതുങ്ങ് എന്നൊക്കെ പറഞ്ഞതിന്റെ ദേഷ്യങ്ങൾ ഞങ്ങളോട് ഉണ്ടാവാം. അതൊക്കെ കൊണ്ടാവാം. കറക്റ്റ് കാര്യം എന്താന്ന് ഞങ്ങൾക്കും വലിയ ഐഡിയ ഇല്ല. ഇത്രത്തോളം പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ തയ്യാറാണ്? ഞാൻ പറഞ്ഞില്ലേ ബ്രോ, 3-ാം തീയതി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് ഇത്രയും ദിവസം ഇന്നേ വരെ എന്റെ കയ്യില് വീഡിയോസ് ഉണ്ടായിട്ട് പോലും ഞാൻ അനങ്ങിയില്ല. ഇപ്പൊ ഈ വ്യക്തി വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടി മാത്രം, എന്തായാലും സ്വന്തം ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ BGM കയറ്റി ഇത്ര ഇതായിട്ട് വീഡിയോ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടന്റിനായിട്ട് അത്രയും ഇതായിട്ട് ചെയ്യുമ്പോഴത്തേക്കും പിന്നെയും നമ്മൾ വാടച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് തുറന്നു പറയുന്നത്. അമ്മയോടും പുള്ളിക്കാരൻ വഴക്കും കാര്യങ്ങളാണോ? അമ്മയോടും വഴക്കും കാര്യങ്ങളോ. ഒരു ദിവസം വീട്ടില് അമ്മയെ തല്ലാനായിട്ട് കൈപൊക്കിയ ആളാണ്. അതായത് ഈ അച്ഛനെ പറ്റിട്ടൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ എന്താ കാര്യങ്ങള്? അച്ഛൻ കുറെ വർഷങ്ങളായിട്ട് ഉപേക്ഷിച്ച് പോയതാണ്. പോയ സമയത്ത് ഇവൻ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ആദ്യം ഇവൻ രോഹിത്ത് വീഡിയോ ഇട്ട് തുടങ്ങിയത് അച്ഛനെതിരെ കുറ്റം പറഞ്ഞ് അമ്മയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അമ്മയെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇപ്പൊ അമ്മയെ മാനസികമായിട്ട് ഉപദ്രവിക്കലാണ് രോഹിത്തിന്റെ ഹോബി. അത് ശരി. അപ്പൊ വീട്ടുകാർക്കും ഇവന്റെ പ്രശ്നങ്ങളൊന്നും വലിയ പിടുത്തൊന്നുമില്ല. പുറത്തു പോകണം എന്നുള്ളൊരു സ്കീമിനകത്ത് ആണ് ഇവൻ ആള് മാറിയത് എന്നുള്ളതാണ് അവരുടെ ഒരു വേർഷൻ പറയുന്നത്. കാരണം പുറത്തു പോകാൻ അത്യാവശ്യം പൈസയുടെ ആവശ്യം ഉണ്ടാവും. സോ മണി മാറ്റേഴ്സ് എന്നുള്ള രീതിക്കായിരിക്കാം, പൈസയ്ക്ക് പൈസ എന്നുള്ള രീതിയിൽ പോകുന്ന ഒരുത്തനാണ് മകൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയും പെങ്ങളും കൊടുങ്ങും. പിന്നെ ഈ പറഞ്ഞ പോലെ സ്വർണവും പൈസയും അതിനകത്ത് എല്ലാം കൂടി ഇൻവോൾവ് ആവുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ്, നമ്മളുടെ റിലേഷൻ, അതിൻ്റെ മുകളിൽ പൈസയ്ക്ക് വില കാണുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ മനുഷ്യൻ പിന്നെ അവൻ്റെ വാല്യൂ പോയി. അല്ലെങ്കിൽ ഇവന് വാല്യൂ എല്ലാം പോയൊരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഈ പെങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം അച്ഛൻ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് നടന്ന, അല്ലെങ്കിൽ അത് നാട്ടുകാരെ ഇങ്ങനെ പറഞ്ഞ് BGM ഇട്ട് റീൽസ് ഇട്ടവൻ പെട്ടെന്നൊരു സാഹചര്യത്തിൽ വന്നിട്ട് അമ്മയും പെങ്ങളും ഉപദ്രവിച്ചതെന്ന് പറഞ്ഞ് വീണ്ടും കണ്ടന്റിന് വേണ്ടിയിട്ട് ഇതേ BGM തന്നെ ഇട്ടിട്ട് സെൻറ്റിമെൻറ്റ്സ് അടിച്ചിട്ട്, ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ പോലെ ഇൻസ്റ്റയിൽ BGM ഉണ്ട്, യൂട്യൂബിൽ BGM ഇല്ല. അതും തന്നെ മനസ്സിലാക്കാൻ അവൻ്റെ ബേസിക് ആവശ്യം എന്താണെന്നുള്ളത്. അത്രത്തോളം എന്താ പറയുക, ലൈഫിൽ കണ്ടന്റ് മുഖ്യം ബിഗിലെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തന് അവൻ്റെ മുന്നിൽ ചിലപ്പോൾ എന്താ പറയുക, ഇവർ തോറ്റു കൂടി, അമ്മയും പെങ്ങളൊക്കെ തോറ്റു. കാരണം ഇവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു മനസ്ഥിതിയുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇവരുടെ കയ്യിൽ വീഡിയോസും പ്രൂഫൊക്കെ ഉള്ള സമയത്ത് ഇവർ പുറത്ത് വിട്ടിട്ടില്ല. ഇവർക്ക് അവനെ നാറ്റിക്കണമെന്നില്ല. അവനായിട്ട് ഇവരെ പെങ്ങളെ വരെ വന്നിട്ട് അപ്പുറത്തുള്ളവനെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് നാറ്റിച്ച ഒരുത്തൻ, BGM ഇട്ടിട്ടുള്ള ഒരുത്തൻ, അപ്പോൾ ഏത് തറപ്പണിയെടുക്കും? ഇവൻ്റെ അടുത്തൊരു എക്സ്പ്ലനേഷൻ വീഡിയോനകത്തുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും ഒന്ന് കേൾക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇവൻ എന്താണ് ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ പറയാൻ പോണേ, ഏത് രീതിയിലാണ് ഇവൻ ഇനി അടുത്ത വീഡിയോയിൽ അമ്മേനെയും പെങ്ങളെയും വന്ന് പറയാൻ പോണേന്നുള്ളത്. എന്തുവാണ് ഇത്? റിയൽ ലൈഫ് BGM മോട്ടിവേഷനുകളൊക്കെ ഏറെക്കുറെ, ഞാൻ എല്ലാവരും പറയുന്നുണ്ട്, ഏറെക്കുറെ എണ്ണങ്ങൾ ഇങ്ങനെയാണ് എന്താണെങ്കിലും റിയൽ ലൈഫിൽ. അപ്പൊ അമ്മയും രോഗത്തിനെതിരായിട്ടപ്പം നിൽക്കുന്നത്? അതെ, അമ്മയ്ക്ക് സ്വന്തം മോനാന്ന് പറഞ്ഞ് കുറെ ക്ഷമിച്ച്, ഇനിയും ഇതിനെതിരെ ക്ഷമിച്ച് നിൽക്കുന്നതിൽ അമ്മയ്ക്ക് പ്രസക്തി ഒന്നുമില്ല. അമ്മയ്ക്ക് പേടിയാണ്, വീട്ടിൽ വന്ന് കൊന്നിടുവോന്നുള്ള പേടി വരുന്നുണ്ട്. നിങ്ങളുടെ പേരെന്താ കറക്റ്റ്? റോഷ്നി. റോഷ്നി എത്ര വയസ്സുണ്ട്? 23. എന്താ പഠിച്ചു റോഷ്നി? ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ്, BCom. ഡിഗ്രി കഴിഞ്ഞ സമയത്ത് അത് കഴിഞ്ഞാണ് ഈ പറയുന്ന ഇതിന്റെ കൂടെ വന്നത്? അതെ, എനിക്ക് PGക്ക് അഡ്മിഷൻ കിട്ടിയിട്ടും ഈ രോഹിത്തിന് വീഡിയോ എടുക്കാൻ ആള് വേണം, നമുക്ക് ജീവിക്കണ്ടേ, വീഡിയോ എടുക്കാനായിട്ട് അവന്റെ ചാനൽ വളരണം, അവന്റെ ജോലി വളരണം എന്നും പറഞ്ഞ് വീഡിയോ എടുക്കാൻ ആള് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അവന്റെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി അറിയാം, ഭയങ്കരമായിരുന്നു. അപ്പൊ വൈഫ് അല്ലായിരുന്നു അപ്പൊ വീഡിയോ എടുത്ത് കൊടുക്കുന്നത്? ഇല്ല, ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ. 1.5 വർഷം ആയിട്ടില്ല. ജാനുവരി 16 എന്തോ ആയിരുന്നു കല്യാണം. അതിനു മുമ്പ് ബീച്ചിലുള്ള ആ ഒരു വീഡിയോസ് ഒക്കെ നിങ്ങളാണ് എടുത്തു കൊടുത്തത്? കുറെ വർഷം, ഈ കുറച്ച് നാളെ, ഏതാണ്ട് 8-9 മാസങ്ങളെ ആയിട്ടുള്ളൂ വൈഫ് വന്ന് വീഡിയോ എടുത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട്. അതിന് മുന്നുണ്ടായിരുന്നതൊക്കെ ഞാനാണ് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ലാസ്റ്റ് ഈ കുട്ടി പറഞ്ഞു വെക്കുന്നത് വെച്ച് നോക്കുമ്പോൾ മേ ബി ഞാൻ പറഞ്ഞല്ലോ, ഒരു മരുമകൾ അല്ലെങ്കിൽ പറഞ്ഞ നാത്തോൻ ആസ്പെക്റ്റിലേക്ക് ഈ സാധനങ്ങൾ മാറുമോ എന്നുള്ളത് അറിയില്ല. എന്നാലും ഈ കുട്ടിയുടെ വർത്തമാനത്തിൽ ഇതുവരെ അതില്ല. ഓക്കെ,
അൽത്താഫിനോട് ഇനി ബാക്കി കാര്യങ്ങൾ സംസാരിച്ചോ എന്നുള്ള അൽത്താഫിൻ്റെ അടുത്ത വീഡിയോ വന്നാലേ അറിയുള്ളൂ. പക്ഷെ ഇതിനകത്തൊരു കാര്യം വെരി ക്ലിയറാണ്. അവന് സത്യം പറഞ്ഞാൽ അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും ടിഷ്യൂ പേപ്പർ മാത്രമായിരുന്നു. അവൻ്റെ പേഴ്സണൽ ലൈഫിൽ ഈ ചാനൽ വളരാൻ അവൻ്റെ ലൈഫ് സ്റ്റോറി എടുത്ത് BGM അടിച്ച് വിറ്റു. അതിൻ്റെ കൂട്ടത്തിൽ പെങ്ങളെയും അമ്മേനെയും നിർത്തിയിട്ട് അവർ നല്ല രീതിയിൽ ഇവൻ എന്ത് ചെയ്തു, ബിസിനസ് ആക്കി. ലാസ്റ്റ് ഇവനൊരു ഗ്രോത്ത് വന്നു, ഇവൻ്റെ ലൈഫ് ഒന്ന് സെറ്റിലായി. അവൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ അവൻ എബ്രോഡ് പോകണം. ഇവരെ പ്രത്യേകിച്ച് അവന് ആവശ്യമൊന്നുമില്ല. അപ്പോൾ അടുത്തത് അവന് പൈസയും കാര്യങ്ങളും തന്നെയാണ് ആവശ്യം. അതിനുവേണ്ടി ഏത് എക്സ്ട്രീം വരെ പോകുന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളായിരുന്നു ലാസ്റ്റത്തെ റീൽ വീഡിയോ. പെങ്ങളെയും അമ്മേനെയൊക്കെ കുറ്റം പറഞ്ഞുള്ള സാധനം. എന്താ പറയുക, കൊള്ളാം മോനെ പ്രശ്നേഷേ. യു യുവർ സെൽഫ് എ പ്രശ്നേഷ്. നീ നിൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം നീ തന്നെ പിടിച്ചതെല്ലാം പുലിവാലിടാ, കാണ്ടമൃഗത്തിൻ്റെ തോലിടാ. അതന്നെ, കാണ്ടമൃഗത്തിൻ്റെ തോലും പുലിവാല് പ്രശ്നങ്ങളും. അല്ലാതെ എന്ത് പറയാം ഇവനെയൊക്കെ. എഗെയിൻ ഐ എം ടെല്ലിങ് യു, റിയൽ ആൻഡ് റിയാലിറ്റി ഈസ് വേ ഡിഫറെൻറ്റ്. ഭയങ്കര ഡിഫറെൻ്റാണ് ഇതൊക്കെ. മനസ്സിലാക്കുക. നിങ്ങൾ കാണുന്ന ഈ ഫോണിൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ കുറച്ച് മിനിറ്റോ സെക്കൻഡുകളോ കാണുന്നതൊന്നും അല്ല റിയാലിറ്റി എന്നുള്ളത്. ആൻഡ് കാണുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫൊക്കെ ഇക്വേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സൊക്കെ ഇട്ടിട്ട് എങ്ങനെ BGM കുത്തി കയറ്റിയ എല്ലാ മോട്ടിവേഷനല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ.